Good morning, students. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഗ്രൂ വെൽഡിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത്, അതായത് ബഡ് വെൽഡ് ഗ്രൂ വെൽഡും സെയിം ആണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത്, അപ്പോൾ അതിൽ ഡിസൈൻ സ്ട്രെങ്ത് കാര്യങ്ങളൊക്കെ എങ്ങനെ കാണേണ്ട, ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് ഗ്രൂ വെൽഡിൻ്റെ വേറൊരു ടൈപ്പ് പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. അപ്പം കൺസെപ്റ്റ് മുഴുവനായിട്ട് ക്ലിയർ ആവും. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്: 2 plates 16 mm and 14 mm thickness are to be joined by a groove weld. The joint is subjected to a factored tensile force of 430 kN. Due to some reason, the effective length of the weld that could be provided was 175 mm only. Okay, check the safety of the joint if ഒന്നാമത്തത് സിംഗിൾ V-groove weld is provided. Second, double V-groove weld is provided. പിന്നെ പറഞ്ഞിരിക്കുന്നത് assume plates to be shop welded. ഓക്കെ, ഇത്രയാണ് നമ്മളെ പ്രോബ്ലം. അപ്പോൾ ഇതിൽ പ്ലേറ്റിൻ്റെ എന്താണ് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ എഫക്റ്റീവ് ലെങ്ത് നമുക്ക് ഇത്ര കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്, 175 mm. ഓക്കെ, അങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ ഈ ടൈപ്പ് ഓഫ് ഗ്രൂ വെൽഡും വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇങ്ങനെ പറയുമ്പോൾ ഇതിൽ ഏതാണ് കൂടുതൽ സ്ട്രെങ്ത് എന്ന് നോക്കാനാണ് പറഞ്ഞത്. പിന്നെ എന്താണ്, ഷോപ്പ് വെൽഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ കേസ് എടുക്കാം നമുക്ക്, കേസ് 1. ഓക്കെ, സിംഗിൾ V-groove. അപ്പോൾ നമ്മൾ ആ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്, സിംഗിൾ V-groove ആണെങ്കിൽ നമ്മൾ എഫക്റ്റീവ് തിക്നെസ് കാണാനുള്ള റിലേഷൻ, അതായത് TE എന്താവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്ന തിക്നെസ്സിൻ്റെ, അതായത് അതിൻ്റെ മുകളിൽ വെക്കുന്ന വേറെ പ്ലേറ്റില്ല, അതിൻ്റെ തിക്നെസ്സിൻ്റെ 5/8 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് തന്നത്? പ്ലേറ്റ് ഓഫ് 14, 16 ആൻഡ് 14 ആണ്. അപ്പോൾ ഈ ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പോൾ തിന്നർ പ്ലേറ്റ് ആയിരിക്കും എടുക്കുക. ഈ ടി തിന്നർ പ്ലേറ്റിൻ്റെ ആണ്, അത് മറന്നുകൊണ്ടാണ്. തിക്നെസ് ഓഫ് തിന്നർ പ്ലേറ്റ്.
thickness of thinner plate. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും 5/8 × 14. 8.75 mm ആണ് എന്ത് സിംഗിളുടെ കേസിൽ നമ്മൾ ഇത് കാണുന്നത്. അപ്പോൾ ഫോർ ഷോപ്പ് വെൽഡ് ഗാമ MW എന്താണ് നമ്മൾ എടുക്കുക 1.25. വാല്യൊക്കെ നിങ്ങൾക്ക് കൂടുതലും ഉണ്ട്, അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതേപോലെ അടുത്ത് എന്താണ് ഇഫക്റ്റീവ് ലെങ്ത് എത്ര തന്നത് 175 mm ഓൺലി. ഇപ്പം എന്താക്കുക 175 mm. ഓക്കെ, അപ്പോൾ എന്താക്കി ഗിവൺ ഡാറ്റാസ് നമ്മൾ എഴുതി വെച്ച്. ഇനി എന്താണ് സ്ട്രെങ്ത് ഓഫ് വെൽഡ് കാണാം. അപ്പം സ്ട്രെങ്ത് ഓഫ് വെൽഡിൻ്റെ ഇക്വേഷൻ TDW is equal to LW ഉണ്ട്, T ഇഫക്റ്റീവ് FY divided by gamma MW. ഇവിടുത്തെ ടേമുകൾ ഓർത്തുക. ഇവിടെ FWN എന്ന് പറഞ്ഞ്, അതേമാതിരി FU എന്നും പറഞ്ഞ്. അപ്പോൾ FU ആണ് എന്ത് നമുക്ക് ഇങ്ങനത്തെ കേസിൽ ഇപ്പോൾ FE410 ഗ്രേഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരികയാണെങ്കിൽ 410 എന്താക്കുക FU ആയിട്ടാണ് നമ്മൾ എടുക്കുക. ഓക്കെ, അപ്പം അങ്ങനെയല്ല എടുത്തത്. ഓക്കെ, അതായത് FU FWN അത്രയും കേസ്. ഇതിൽ FWN ആണ് അപ്ലൈ ചെയ്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ഇത് വരുമ്പോൾ FU/√3 ചെയ്താലാണ് കിട്ടുക. അതായത് ഈ FE410 അല്ല 410 ആണ് എന്ത് നിങ്ങൾ FU എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ കേസിൽ പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ ഗ്രേഡ് സ്പെസിഫൈ ചെയ്തില്ല. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ 410 എന്ന് അസ്യൂം ചെയ്തിട്ട് എന്താക്കുക FU/√3 ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൽ FY എന്ന് ഇങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്താക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ FE410 ഗ്രേഡ് സ്റ്റീൽ FY is equal to 250 MPa. ഓക്കെ, ഇത് നോട്ടാണ്. തന്നിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ FI എന്ന് പറഞ്ഞിട്ട് ഇത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ കൊടുത്തില്ല ഇനി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം FU/√3 ചെയ്തിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാം. അതായത് FU പറയുമ്പോൾ 410 ആണ് എടുത്തതെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുന്നത് നിങ്ങൾ എഴുതണം. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് തന്നെ ആവണമെന്നില്ല. നമുക്ക് FY ആയിട്ട് യീൽഡ് സ്ട്രെങ്ത് ആയിട്ട് സ്റ്റീലിൻ്റെ ഡിസൈൻ്റെ കേസിൽ ഓക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കോൺക്രീറ്റിൻ്റെ ഒക്കെ കേസിൽ FE500 എന്ന് പറഞ്ഞാൽ 500 Nm/mm² എടുക്കും. 415 ആണെങ്കിൽ എന്താകും 415 എടുക്കും. ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയാണ് ഇത്. അപ്പോൾ ഇനി എന്താക്കുക അപ്ലൈ ചെയ്യാം. അപ്ലൈ ഇൻ 1 TW എന്ന് പറയുന്നത് 175 mm ഒക്കെ ഒരു യൂണിറ്റ് ചെയ്യാം. T ഇഫക്റ്റീവ് 8.75 ഇതെന്താക്കുക 250 ചെയ്യാം ഡിവൈഡഡ് ബൈ 1.25. ഓക്കെ, 175 8.75 250.
1.25 306250 306250. ഓക്കെ, ഇതിപ്പോൾ ന്യൂട്ടണിലേക്കിലുണ്ടാവുക സ്ട്രെങ്ത് അല്ലേ, അപ്പോൾ അത് കിലോ ന്യൂട്ടണിലേക്ക് മാറ്റുമ്പോൾ 306.25 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലായി? നമുക്ക് ഇതിൻ്റെ സ്ട്രെങ്ത്ത് 306 വരുന്നുള്ളൂ. അതായത് അവർ അപ്ലൈ ചെയ്ത ലോഡ് എന്ന് പറയുന്നത് 430 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇതിനാകെ 306 എന്താ താങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയായാലും ഇത് ഫെയിലാവും. അപ്പം എന്താ എഴുതുക? വിച്ച് ഈസ് ഇൻഅഡിക്വേറ്റ്. ഓക്കെ, അപ്പോൾ സിംഗിൾ ഗ്രൂവ് എന്തായാലും പറ്റില്ല എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായി. ഇനി എന്താക്കുക? അടുത്ത എടുത്തു നോക്കുക. കേസ് 2. ഡബിൾ ബി ഗ്രൂവ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താണ്? ഡബിൾ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നോട്ട് ഹിയർ കംപ്ലീറ്റ് penetration of weld take place. അപ്പോൾ മുഴുവനായിട്ട് അത് ഉള്ളിൽ കയറും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ തിക്നെസ് നോർമലി നമ്മൾ ത്രോട്ട് തിക്നെസ് ഇൻറ്റു 1 ആണ് വന്നിരുന്നത്. അതായത് ടി ഇ എന്ന് പറയുന്നത് ടി ഇൻറ്റു 1n ആണ്. ഓക്കെ, അപ്പോൾ എന്ത് വരും ഇവിടെ? 14 ഇൻറ്റു 1n 14 mm ആണ് ഇവിടുത്തെ തിക്നെസ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം സെയിം തന്നെയാണ്. ഇഫക്റ്റീവ് ലെങ്ത്ത് എൽ എന്ന് പറയുന്നത് 175 mm. ടി ഇ എന്ത് കിട്ടി? നമുക്ക് 14 തന്നെ കിട്ടി. ഓക്കെ, 14 കിട്ടി. ഗാമ എം ഡബ്ല്യു എന്ന് പറയുന്നത് 1.25. ഓക്കെ, അതിലൊന്നും മാറ്റില്ല. ഡിസൈൻ സ്ട്രെങ്ത്. സോ ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് ഡി ഡബ്ല്യു എന്ന് പറയുന്നത് LW TE FY എന്താണ്? ഗാമ MW. ഓക്കെ, is equal to 175 14 250 1.25 175 14 250 1.25. ത്രീ ന്യൂട്ടണാണ് കിട്ടിയത്. അതായത് അതിലേക്ക് മാറ്റുമ്പോൾ 490 കിലോ ന്യൂട്ടൺ കിട്ടി. അതായത് നമുക്ക് എത്ര ആയിരുന്നു പറഞ്ഞിരുന്നത്? 430 ആണ്. അതായത് 430 കിലോ ന്യൂട്ടൺ ലെസ് ദാൻ 490 കിലോ ന്യൂട്ടൺ. ഓക്കെ, മറ്റേൻ്റെ കേസിൽ നമ്മൾ എന്താക്കുക? ഇവിടെ എഴുതി വെക്കുക. അതായത് 490 സോറി ഇവിടെ 430 അല്ലായിരുന്നു പറഞ്ഞത്. 430 കിലോ ന്യൂട്ടൺ ഗ്രേറ്റർ ദാൻ 306.25 കിലോ ന്യൂട്ടൺ. ഓക്കെ, ഇവിടെ ഈ കേസ് ആയതുകൊണ്ടായിരുന്നു നമ്മൾ ഇൻഅഡിക്വേറ്റ് ആണെന്ന് പറഞ്ഞത്. ഇവിടുത്തെ കേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത 430 ആണ്, പക്ഷെ നമുക്ക് കിട്ടിയ 490 ആണ്. അപ്പോൾ 490 വരെ എന്താണ്? ഈ വെൽഡിന് കപ്പാസിറ്റി ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അപ്പോൾ എന്താ പറയുക? ഹെൻസ് ഡബിൾ വി groove is adequate
ആൻഡ് സേഫ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് സിമ്പിളാണെന്ന് തോന്നുന്നു. ഇക്വേഷൻസും നിങ്ങൾക്ക് ആക്ച്വലി ഓരോ കൺസെപ്റ്റ് എവിടെയൊക്കെ ഏതൊക്കെ ഉള്ളതെന്ന് മനസ്സിലാക്കിയാൽ ഇത് എളുപ്പമാണ് ചെയ്യാൻ, ഇങ്ങനത്തെ പ്രോബ്ലമൊക്കെ വന്നാൽ. അപ്പോൾ 490 നമുക്ക് കിട്ടി. പിന്നെ ഇവിടെ നമ്മൾ 40 കണ്ടുപിടിച്ചത്, അപ്പോൾ 306 ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഇക്കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, പിന്നെ ഇവിടുത്തെ തിക്നെസ് 8.75 mm ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാവരും സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യുന്ന PDF എന്തായാലും നോട്ടിലേക്ക് എഴുതുക. അപ്പോൾ നോട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എല്ലാവരും നല്ലോണം പഠിക്കുക. ഓക്കെ, താങ്ക് യു.